CPM പാർട്ടി ഇപ്പോൾ ഒരു ആഹ്വാനം നടത്തിയിരിക്കുകയാണ്, ഒരു വെല്ലുവിളി പോലെ ഒരു ആഹ്വാനം നടത്തിയിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരം നഗരത്തിൽ ഞായറാഴ്ച ദിവസം മാർച്ച് 8-ാം തീയതി ഞങ്ങൾ ഈ പറഞ്ഞ വൃത്തിയാക്കൽ പ്രക്രിയ നടത്തുകയാണ് എന്നുള്ളത്. ഇതിന്റെ മറ്റൊരു വസ്തുത എന്ന് പറയുമ്പോൾ ഞായറാഴ്ച എന്ന് പറയുന്ന ഈ ക്ലീനിങ് സ്റ്റാഫിന് അവധിയുള്ള ദിവസമാണ്. ഈ ക്ലീനിങ് സ്റ്റാഫ് ഇപ്പോൾ 24/7 അല്ലെങ്കിൽ ആഴ്ചയിൽ 7 ദിവസം വർക്ക് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ, അവർക്കും വേണം ഒരു അവധി ദിവസം. അപ്പൊ ഞായറാഴ്ചയാകുന്ന ഈ അവധി ദിവസം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ പറഞ്ഞ CPMകാർ. അപ്പോൾ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ അവധി ദിവസമാണ്. ഔട്ടിങ്ങിന് മറ്റുമായി തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ തിരുവനന്തപുരത്ത് ഒരുപാട് ടൂറിസ്റ്റുകളായിട്ടും അല്ലാതെയും ഒക്കെ ആൾക്കാർ വരും. ഒരു ഉച്ചയോടുകൂടി ഒരു കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ടാകും. ഉച്ചയോടുകൂടി അല്ല, സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും രാവിലെ ഈ വൃത്തിയാക്കുന്ന ആളുകൾ വൃത്തിയാക്കാറുണ്ട്. ശനിയാഴ്ച ഫുൾ ദിവസം ഉണ്ടായിരുന്ന വേസ്റ്റ് മുഴുവൻ തിങ്കളാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്കും അത് കോരി മാറ്റി വൃത്തിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച ദിവസം അത്യാവശ്യം എല്ലാവരും വെളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ഞായറാഴ്ച വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോഴേക്കും ശനിയാഴ്ചത്തെ ദിവസത്തെ മുഴുവൻ വേസ്റ്റുകളും അവിടെ കിടക്കും. അതെ, അപ്പൊ ശനിയും ഞായറും ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ തിരക്കിന്റെ കുറച്ചധികം വേസ്റ്റ് കൂടി ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം വൃത്തിയാക്കി ഒരു ഇമേജ് ബിൽഡിംഗ് ആണ് CPM ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്വന്തം ഭരണത്തിലിരുന്ന കോർപ്പറേഷനാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവർക്ക് കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ വീണ്ടും തുടർന്നും ഒക്കെ ഭരണം പിടിക്കാൻ പറ്റുമായിരുന്ന ഒരു കോർപ്പറേഷൻ ആയിരുന്നു ഇത്.